ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേസും ഇന്ത്യൻ റെയിൽവേസ് കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും കൂടെ ചേർന്ന് നടക്കുന്ന ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് ഓപ്പറേഷൻസ് ബൈ ട്രെയിനിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഗവൺമെൻറ് പോളിസിയായ ദേക്കോ അപ്ന ദേശ് ആൻഡ് അതോട് സ്ട്രെസ് ചെയ്തിട്ട് ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ ഡൊമസ്റ്റിക് ടൂറിസം എൻകറേജ് ചെയ്യാൻ വേണ്ടി പ്രധാന സ്ഥലങ്ങൾ കവർ ചെയ്ത് ട്രെയിനിൽ കവർ ചെയ്ത് വരാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ. ഈ വർഷം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് തേർഡ് AC റേക്കിൽ സമ്മറിലായതുകൊണ്ടാണ് നമുക്കൊരു കംപ്ലീറ്റ് തേർഡ് AC റേക്കിലുള്ള ഒരു ട്രെയിനാണ് കിട്ടിയിരിക്കുന്നത്. ഈ ടൂർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡ്യൂറിങ് വെക്കേഷൻസ് ആണ്, ഫ്രം 10 to 19th of May 2026. ഈ ടൂറിന് പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് ദിവ്യ ദ്വാരക സോംനാഥ് യാത്ര എന്നാണ്. എന്ന് വെച്ചാൽ കൂടുതലും പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ ഗോവയും കൂടെ ലീഷർ ഡെസ്റ്റിനേഷൻ കവർ ചെയ്യുന്നതും കൂടെ ചെയ്ത ഒരു പ്രോഗ്രാമാണ് 10 to 19th of May 2026 ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തിരുനെൽവേലിയിൽ നിന്നാണ്. തിരുനെൽവേലിയിൽ സ്റ്റാർട്ട് ചെയ്തതിൽ ട്രിവാൻഡ്രത്ത് തൊട്ട് നമുക്ക് കേരളത്തിൽ നിന്നും എല്ലാവർക്കും ബോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രിവാൻഡ്രം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ, ഉടുപ്പി. ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ കൊങ്കൺ റെയിൽവേയുടെ കൊങ്കൺ റെയിലിൻ്റെ ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നതും വരുന്നതും ഇതേ റൂട്ടിൽ കൂടെയാണ്. സോ എൻറ്റയർ സ്ട്രെച്ച് ഓഫ് കേരളയ്ക്കുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ് ഇതിപ്പോൾ ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് വൺ വേ കൊങ്കൺ വഴിയും മറ്റേ വഴി പാലക്കാട് വഴിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ടൂർ എന്ന് പറയുന്നത് രണ്ടും ഒരേ ഡയറക്ഷനിൽ അപ്പ് ആൻഡ് ഡൗൺ കൊങ്കൺ സർക്യൂട്ടിൽ കവർ ചെയ്താണ് വരുന്നത്. ഈ ബേസിക്കായിട്ട് ഇതിലിപ്പോൾ നമ്മൾ ഈ ദ്വാരക, സോംനാഥ്, ഭാവ്നഗർ, ഗോവ ഈ ഡെസ്റ്റിനേഷൻസ് ആണ് നമ്മൾ ഈ 9 nights 10 days പ്രോഗ്രാമിൽ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 nights, അതായത് 1 night സ്റ്റേ അറ്റ് ദ്വാരക വരും, 1 night സ്റ്റേ അറ്റ് ഗോവ വരും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വാഷിംഗ് ചേഞ്ച്, അതായത് രാവിലെ എത്തി നിങ്ങൾക്ക് വാഷിംഗ് ചേഞ്ചിനുള്ള സൗകര്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ പാക്കേജിൻ്റെ കോസ്റ്റ് വരുന്നത് 28,760 ആണ്. പെർ അഡൽട്ട് ഓൺ ട്രിപ്പിൾ ഷെയറിംഗ് ബേസിസ് ആണ്. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഡബിൾ ഷെയറിംഗിലാണ് കൊടുക്കുന്നത്. ബട്ട് ജനറലി ഓൺ ട്രിപ്പിൾ ഷെയറിംഗിലാണ് നമ്മൾ ഈ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വരുന്നത് ട്രെയിൻ ജേർണി തേർഡ് ACയിലായിരിക്കും ട്രെയിൻ ജേർണി വരുന്നത്. അക്കോമഡേഷൻ എന്ന് പറയുന്നത് എല്ലാം AC റൂംസ് ഉള്ള ഹോട്ടൽസിലാണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വാഷ് ആൻഡ് ചേഞ്ച് പോകുന്ന 2 ഡെസ്റ്റിനേഷനിൽ വാഷ് ചെയ്യാം. അത് രാവിലെ നിങ്ങൾ ഇറങ്ങി 2 മണിക്കൂർ സമയം തരും വാഷ് ആൻഡ് ചേഞ്ചിന് വേണ്ടി. അതും AC റൂംസ് ഉള്ള ഹോട്ടൽസിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾ ട്രാൻസ്ഫേഴ്സ് ബൈ റോഡ് പോകുന്നതെല്ലാം ബൈ AC ബസ്സസ് ആയിരിക്കും. അതാണ് AC ഫുൾ കംപ്ലീറ്റ് AC പാക്കേജ് ആയിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കംപ്ലീറ്റ് വെജിറ്റേറിയൻ മീൽസ് ആയിരിക്കും. ഇതൊരു എക്സ്ക്ലൂസീവ് ട്രെയിനാണ്, വെളിയിൽ നിന്ന് ആരും കാണത്തില്ല. ഈ ടൂറിന് പോകുന്ന പാസഞ്ചേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബോർഡിംഗ് പോയിന്റ്സ് നമ്മൾ ലിമിറ്റ് ചെയ്താണ് പോകുന്നത്. ഓൺലി പാസഞ്ചേഴ്സ്, ഈ ടൂറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാസഞ്ചേഴ്സ് മാത്രമേ ഈ ട്രെയിനിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇതിൽ കൂടാതെ ഇതിനകത്ത് നമുക്ക് കൂടെ ഓരോ കോച്ചിനും ഒരു എസ്കോർട്ട് കാണും. അല്ല, ടൂർ മാനേജറിൻ്റെ ഒരു സർവീസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഫുൾ ആൻഡ് ഫുൾ വെജിറ്റേറിയൻ ആയിരിക്കും, കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിരിക്കും ചെയ്യുന്നത്. മെക്കനൈസ്ഡ് പാൻട്രി ആണ് ഈ ട്രെയിനിനകത്തുള്ളത്. കൺവെൻഷണൽ പാൻട്രി അല്ലാതെ മെക്കനൈസ്ഡ് പാൻട്രി ആണ് ഈ ട്രെയിനിനകത്തുള്ളത്. ഈ ഭാരത് ഗൗരവ് എന്നുള്ള ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ മൊത്തം IRCTC ഓപ്പറേറ്റ് ചെയ്യുന്ന പാക്കേജുകളാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിന് ശേഷം, കഴിഞ്ഞ വർഷം നവംബറിൽ പോയിരുന്നു ഈ വഴി തന്നെ. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മൾ തിരുനെൽവേലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റേബിളിംഗ് ഇഷ്യൂസ് ആണ് തിരുനെൽവേലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ മെയിൻലി ട്രെയിൻ കവർ ചെയ്യുന്നത് കേരളമാണ്. അപ്പോൾ രാവിലെ മെയ് മാസം 10 സ്റ്റാർട്ട് ചെയ്യുന്നു. രാവിലെ തിരുനെൽവേലിയിൽ നിന്ന് 5:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ എല്ലാ കേരളത്തിലെ സ്റ്റേഷൻസാണ്. ഒരുവിധം എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സും കവർ ചെയ്യുന്നുണ്ട്. പ്ലസ് പാലക്കാടിന് പകരം ഷൊർണൂർ കവർ ചെയ്യുന്നു. അങ്ങനെ പാലക്കാട് ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ വടക്കൻ മലബാറിൽ കൂടുതൽ പാക്കേജുകൾ നമ്മൾ നേരത്തെ ഒന്നും ഓടിച്ചിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഭാരത് ഗൗരവിൽ പറയുകയാണെങ്കിൽ ഇതിലത്തെ ഫെസിലിറ്റി മൊത്തം ഈ ട്രെയിൻ AC 3 tier അക്കോമഡേഷൻ ആയിരിക്കും. ഈ അക്കോമഡേഷന് പുറമെ നിങ്ങൾ ട്രെയിനിനകത്തുള്ള അക്കോമഡേഷന് പുറമെ ട്രെയിനിലെ ഫുഡ് 3 നേരത്തെ വെജിറ്റേറിയൻ ഫുഡ്,
അത് ട്രെയിനിനകത്ത് തന്നെ പാൻട്രിയിൽ കുക്ക് ചെയ്യുന്ന ഫുഡായിരിക്കും, വെജിറ്റേറിയൻ ഫുഡായിരിക്കും. അതുപോലെ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴും അവിടുത്തെ അതിലും നമ്മുടെ വെജിറ്റേറിയൻ ഫുഡ് തന്നെ സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ വന്നിട്ട് ദ്വാരക, ഗുജറാത്തിലെ ദ്വാരകയിലാണ്. അത് നമ്മൾ 10th പോയി കഴിഞ്ഞാൽ 12-ാം തീയതി ഉച്ചയോടുകൂടി ദ്വാരകയിലെത്തും. അന്ന് അവിടെ ഹോട്ടൽ അക്കോമഡേഷൻ ആണ്. ഹോട്ടൽ അക്കോമഡേഷൻ AC ഹോട്ടൽസ് ആയിരിക്കും, ബഡ്ജറ്റ് കാറ്റഗറിയിലെ AC ഹോട്ടൽസ് ആയിരിക്കും. അത് കഴിഞ്ഞ് 13th നമ്മൾ ദ്വാരകയിലെ എല്ലാ അമ്പലങ്ങളും കാണുന്നത്. ദ്വാരകയിലെ മെയിൻ അമ്പലങ്ങൾ ദ്വാരകാധീഷ് ടെമ്പിൾ, പിന്നെ രുക്മിണി മാതാ ടെമ്പിൾ, അതുപോലെ നാഗേശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞ 12 ജ്യോതിർലിംഗത്തിൽ ഒന്നാണ് നാഗേശ്വർ ടെമ്പിൾ. അത് കഴിഞ്ഞ് ബേട്ട് ദ്വാരക, ശ്രീകൃഷ്ണന്റെ കഥയിൽ പറയുന്ന അന്നത്തെ ദ്വാരകയാണ് അത്. പണ്ട് ഗാന്ധാരി ശാപത്താൽ മുങ്ങിപ്പോയി ദ്വാരകയായിട്ടാണ് കണക്കാക്കപ്പെട്ട ബേട്ട് ദ്വാരക. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ സോംനാഥിലേക്ക് വരുന്നു. സോംനാഥ് പറഞ്ഞ 2ാമത്തെ ജ്യോതിർലിംഗമാണ് ഈ യാത്രയിൽ. 12 ജ്യോതിർലിംഗത്തിൽ 2 ജ്യോതിർലിംഗങ്ങൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ സോംനാഥ് യാത്രയിൽ ഇതിന് പുറമെ ബാലക് തീർത്ഥ മന്ദിരം കൂടി കാണുന്നത്. ബാലക് തീർത്ഥത്തിന്റെ പ്രത്യേകത ശ്രീകൃഷ്ണന്റെ കഥയിൽ കേട്ട് കാണും. ലാസ്റ്റില് ശ്രീകൃഷ്ണന്റെ ഒരു വേടന്റെ അമ്പേറ്റ സ്ഥലം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ആ സ്ഥലമാണ് അവിടെയാണ് ഈ ബാലക് തീർത്ഥ മന്ദിർ. വിരാവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിയായിട്ടുള്ള പൊസിഷൻ. ഇത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് ഭാവ്നഗറിലാണ്. ഗുജറാത്തിൽ തന്നെ ഭാവ്നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തിലെ പ്രത്യേകത വെച്ചാൽ അവിടുത്തെ നിഷ്കളങ്കേശ്വര ടെമ്പിളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കടലിന്റെ നടുക്കാണ് അമ്പലം. അപ്പൊ ടൈഡിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ആ സമയത്ത് ടൈഡ് എപ്പോഴായിരിക്കും അതിനനുസരിച്ചാണ് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അങ്ങോട്ട് പോകാന്നെങ്കിൽ ടൈഡ് ലോ ടൈഡ് ആകുമ്പോൾ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കടലിന്റെ നടുക്കുള്ള ക്ഷേത്രമാണ് വളരെ പ്രസിദ്ധമായ നിഷ്കളങ്കേശ്വര ടെമ്പിൾ. ഇത്രയും കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു പിൽഗ്രിം സെക്ടർ തീരുവാണ്. പിന്നീട് നെക്സ്റ്റ് നമ്മൾ വരുന്ന ഗോവയിൽ ഒരു രാത്രിയിട്ട സ്റ്റേയും 2 ദിവസം സൈറ്റ് സീയിങ് ഉണ്ട്. ഗോവയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒരുവിധം എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അഗോഡ ഫോർട്ട് കാണുന്നുണ്ട്, 2 ചർച്ചുകളുണ്ട്, പിന്നെ 2 ബീച്ചുകളുണ്ട്, കലാങ്കുട്ടെ ബീച്ചും കോളോ ബീച്ചും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ 19-ാം തീയതി കണ്ണൂരൊക്കെ എത്തുമ്പോഴേക്കും വെളുപ്പിനെ എത്തും. രാവിലെ 2 മണി 3 നേരത്ത് കണ്ണൂരെത്തും. വൈകുന്നേരത്തോടു കൂടി നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തും തിരുനെൽവേലിയിലും എത്തിച്ചേരുന്നു.